മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ബസൂക്ക സിനിമ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ തിയേറ്ററിൽ നല്ല നിറഞ്ഞ സദസ്സോടുകൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയോ റോൾ ആയിരുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമിയോ റോൾ എന്താണെന്നുള്ളത് ക്യാമിയോ റോൾ ചെയ്ത ആൾ തന്നെ പുറത്ത് വിട്ട്. അത് നമ്മുടെ ആറട്ടണ്ണൻ്റെ ഒരു ക്യാമിയോ റോളാണ് നമ്മുടെ ബസൂക്ക സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ആൾ റിവ്യൂ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്ത ക്യാരക്ടർ ഇതാണ്, അങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആ സിനിമ പുറത്തിറങ്ങി പുള്ളിക്കാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭയങ്കര ഒരു കളിയാക്കിയും ഭയങ്കര ഒരു വല്ലാത്ത രീതിക്കാണ് പുള്ളിക്കാരനെ അടുത്ത് പെരുമാറിയത്. പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്നും കുറേ മിസ്റ്റേക്കുകളുണ്ട്. എങ്കിലും അത്രയും പുള്ളിയെ ഭയങ്കരമായിട്ട് പറയേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷനിലൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. അലൻ ജോസ് പെരേര, ആറട്ടണ്ണൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു കൂട്ടത്തിൽ ആദ്യം അങ്ങനെ ഒരാളായിട്ട് വന്നത് നമ്മുടെ ആറട്ടണ്ണനാണ് ആദ്യം വന്നത്. പിന്നെ ആറട്ടണ്ണനെ വെച്ച് നോക്കുമ്പോൾ, ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ആറട്ടണ്ണന് ഭയങ്കര ഭേദമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത്യാവശ്യം നല്ല അറിവുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ എല്ലാ സിനിമയും കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ അഭിപ്രായം പറയും. പിന്നെ ഒരു പ്രാവശ്യമാണ് ഇതുപോലെ ഒരു തിയേറ്ററിൽ നിന്ന് പുള്ളിക്കാരനെ ഇറക്കി വിടുക വരെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രശ്നം നടന്നൊരു സംഭവമാണ്. ഇപ്പം പുള്ളിക്കാരൻ അതൊരു അഭിമാനമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഇറക്കി വിട്ട തിയേറ്ററിൽ പോലും ഇപ്പം പുള്ളിക്കാരൻ്റെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസൂക്കകത്തുള്ള പുള്ളിക്കാരൻ്റെ ആ ഒരു സീനൊക്കെ ആ തിയേറ്ററിലൊക്കെ ഇപ്പം മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ പുള്ളിക്കാരന് കിട്ടുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മളെ ഒരാൾ കളിയാക്കി നമ്മളെ പോകാൻ പറയുന്ന ആ ഒരു തിയേറ്ററിൽ നമ്മുടെ ഒരു സിനിമ ഒരു സീനെ അഭിനയിച്ചിട്ടുള്ളെങ്കിലും ആ ഒരു സീൻ ആ ഒരു തിയേറ്ററിൽ വരുമ്പോൾ അത് വേറൊരു സംഭവം തന്നെയാണ്. ഇപ്പം പുള്ളിക്കാരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സിനിമ എടുക്കാതിരിക്കത്തില്ല എന്തായാലും ആ ഒരു തിയേറ്റർ ഓണർ. എന്തായാലും അത് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഈ സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രമാണ്. അപ്പം ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ സിനിമയിൽ ഒരു സീനെങ്കിലും അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ നമ്മുടെ പുള്ളിക്കാരൻ്റെ ഒറിജിനൽ പേര് സന്തോഷ് വർക്കി എന്നാണ്. പുള്ളി അറിയപ്പെടുന്ന ആറട്ടണ്ണനാണ്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ഇപ്പം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരുന്ന സിനിമകളൊക്കെ ചിലപ്പം പുള്ളിക്കാരൻ ഇനി ഓരോ അവസരങ്ങൾ കിട്ടും. ഇനിയും പുള്ളിക്കാരൻ്റെ കൂടെ ഇതേ ഗ്യാങ്ങിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ അലൻ ജോസ് പെരേരയെ പോലുള്ള. അവരിതുപോലെ ഡാൻസ് കളിച്ച് തുള്ളിയൊക്കെ നടക്കുക. പുള്ളിക്കാരൻ ഇനിയും ഈ ആറട്ടെണ്ണം വരെ സിനിമയിൽ കയറി എന്ന് പറഞ്ഞ് ഈഗോ അടിക്കുക എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഭയങ്കരമായിട്ടുള്ള കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ആറട്ടെണ്ണം പിന്നെ അത്രയും കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ രാത്രി കുറച്ച് മരുന്ന് വല്ലതും മാറി കഴിച്ച് എന്തെങ്കിലും പറഞ്ഞെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. ആ ഒരു രീതിക്ക് നല്ല ഒരു ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ ആ ഒരു രീതിക്ക് തന്നെയാണ്. പിന്നെ ആകെപ്പാട് നമുക്ക് കാണുമ്പോൾ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നത് ചില ആക്ടേഴ്സൊക്കെ നിൽക്കുമ്പോൾ അടുത്ത് പോയി അവരെ ശല്യം ചെയ്യുന്ന രീതിക്ക് അവരോട് സംസാരിക്കാൻ നോക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഒഴിച്ചു നിർത്തിയ വേറൊരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം ഏതായാലും ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ളവർക്കും നമുക്ക് സിനിമയിൽ ഒരു ആവശ്യം, ഒരു മുഖം കാണിക്കാൻ പറ്റും എന്നുള്ളൊരു തെളിവ് ഇപ്പോൾ ആറട്ടണ്ണനും നൽകിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അത് ഭയങ്കര സംഭവം തന്നെയാണ്. പുള്ളിക്കാരൻ ഇത്രയും നാളും ഇത്രയും പേരുടെ അടുത്തുനിന്ന് ഇപ്പോഴും ഈ ഒരു കാര്യത്തിന് നെഗറ്റീവ് വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാമിയോ റോൾ കാണിക്കുമ്പം തിയേറ്ററിൽ പോകുന്നതും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയും പുറത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫേസ് കാണിക്കുമ്പോഴത്തേക്കിന് തിയേറ്ററിൽ എല്ലാവരും കൈയടിക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും എല്ലാ കാര്യത്തിലും ഒരു 2 വർഷം ഇതുപോലെ കാണും. നെഗറ്റീവും കാണും, പോസിറ്റീവും കാണും. അപ്പം നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും നമ്മളൊക്കെ നോക്കിയാൽ ഇതുപോലെ ആറട്ടണ്ണനെ പോലെ ആകാമെന്നല്ല, ഇതുപോലെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം റിയൽ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വരാൻ പറ്റും. നമ്മൾ ഒരു ദിവസം അങ്ങനെ സ്ക്രീനിൽ കാണും. അപ്പം ഇതുപോലെ സ്ക്രീനിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് പ്രയത്നിക്കുക. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഒരു ദിവസം അങ്ങനെ ഒരു സ്ക്രീനിൽ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.